നമ്മൾ തിരിച്ചു വീണ്ടും വയനാട്ടിലേക്കൊന്ന് പോകുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വയനാട് തുരങ്കപാത നിർമ്മാണം നടന്നത് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പല നിർദ്ദേശങ്ങളും പാലിക്കാതെയാണ്. മണ്ണിടിച്ചിൽ സൂചനയുണ്ടായിരുന്നിട്ടും അത് ഗൗരവമായി എടുത്തില്ല. വേണ്ടത്ര ജിയോളജിക്കലായിട്ടുള്ള ഭൗമശാസ്ത്ര പഠനങ്ങൾ നടത്തിയിട്ടില്ല. രാവിലെ 8:30 മണ്ണിടിച്ചിലുണ്ടായെങ്കിലും നടപടി ഒന്നും ഉണ്ടായില്ല. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ മാപ്പിംഗ് സൂക്ഷ്മമായി അവർ നടത്തിയിട്ടില്ല. നിലവിൽ തയ്യാറാക്കിയ മാപ്പിംഗ് അപകട മേഖല സാധാരണക്കാർക്ക് തിരിച്ചറിയാനും പാകത്തിലുള്ളതല്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ വീഴ്ചയുണ്ടാവുകയും ചെയ്തു. വനമേഖലയിൽ നിന്നാണ് മണ്ണിടിച്ചിലുണ്ടായതെന്നും മണ്ണ് കൂട്ടിവെച്ചിരുന്നില്ലെന്നുമാണ് കരാർ കമ്പനിയുടെ വിശദീകരണം. ഇത് ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള പിക്ചറാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കാണാം, അത് ഓൾറെഡി നെയിൽഡ് ആണ്, കംപ്ലീറ്റ് ഷോർട്ട് ക്രീറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള പുറകുവശത്തെ ബൗണ്ടറിയിൽ അവിടെ മണ്ണൊന്നും സ്റ്റോക്കില്ല. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ മേളിൽ എവിടെയെങ്കിലും മണ്ണ് കാണുന്നുണ്ടോ? ഇതിൻ്റെ മേൽ ഭാഗം ലാൻഡ് ആക്ച്വലി ബിലോങ്സ് ടു ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ലാൻഡിൽ നമുക്കൊന്നും ചെയ്യാനുള്ള അവകാശമില്ല. അവിടം വരെ എക്സ്ട്രീം ബൗണ്ടറിയാണ്. അവിടം വരെ നമ്മൾ ഓൾറെഡി പ്രൊട്ടക്ട് ചെയ്ത് വെച്ച സ്ഥലമാണ്. നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്ലാനും പ്രൊഫൈലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടം വരെയാണ് PWDയിൽ ലാൻഡ് ഉള്ളത്. അവിടം വരെ നമ്മൾ എക്സ്ട്രീം ആ ബൗണ്ടറി വരെ നമ്മൾ മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് അതിൻ്റെ ടണലിൻ്റെ വേ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നെയിൽ ചെയ്ത് ഷോർട്ട് ക്രീറ്റിംഗ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത ഏരിയയാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു 10-12 മീറ്റർ പുറകിൽ നിന്നാണ് ലാൻഡ് സ്ലൈഡ് തുടങ്ങിയിട്ടുള്ളത്. 12 മീറ്റർ എന്ന് പറയുന്ന വലിയ ദൂരപരിധി അല്ല. തീർച്ചയായിട്ടും അല്ല. അതാ ഞാൻ പറഞ്ഞത്. അവിടെ ഈ ബ്ലെയിം വന്നത് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ മണ്ണ് അതിൻ്റെ മേളിൽ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. അതല്ല ഫാക്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിയാസുനിലുണ്ട്. പിയാസുനിൽ കമ്പനി അധികൃതരുടെ വിശദീകരണം ഇതാണ്. യഥാർത്ഥത്തിൽ ഒലിച്ചു വന്നത് ആ കൂട്ടിവെച്ചിരിക്കുന്ന മണ്ണല്ല, അതല്ല അപകട കാരണം എന്നാണ്. ഈ 12 മീറ്റർ ആ സ്ഥലത്ത് നിന്ന്, അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 12 മീറ്റർ മുകളിൽ വനമേഖലയിൽ നിന്നാണ് ആദ്യത്തെ മണ്ണിടിഞ്ഞു തുടങ്ങിയതെന്നും ആ മണ്ണിടിഞ്ഞു തുടങ്ങിയ ഭാഗത്ത് നിന്നാണ് പിന്നീട് PWDയുടെ ഭാഗത്തുണ്ടായിരുന്ന കെട്ടിവെച്ച കോൺക്രീറ്റ് സ്ട്രക്ചർ അടക്കം ഒലിച്ചു വന്നതെന്നുമാണ് ഇപ്പോൾ കമ്പനി അധികൃതർ പറയുന്നത്. നമ്മൾ പോയി നോക്കുന്ന സമയത്തും പൂർണ്ണമായിട്ടും അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് ഒലിച്ചു പോയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കാൻ സാധിച്ചത്. ഗുരുതരമായ വീഴ്ച ഈ പരിസ്ഥിതിക പഠനം നടത്തുന്നതിലും അനുമതി നൽകുന്നതിലും ഉണ്ടായി എന്നാണോ മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ മണ്ണ് ഒലിച്ചു പോകുന്നത്, മണ്ണൊലിപ്പിനെ കുറിച്ചുള്ള ധാരണകൾ, ഇതൊന്നും തന്നെ കാര്യമായിട്ട് മുന്നറിയിപ്പുകൾ ഇതൊന്നും കാര്യമായിട്ട് എടുത്തില്ലെന്ന് വേണമോ മനസ്സിലാക്കാൻ? PR സുനിൽ. അരുൺ, ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്ന വലിയ ചോദ്യമാണല്ലോ ഇവിടെ ഉയരുന്നത്. പ്രധാനമായും അത് കരാർ കമ്പനിക്കാണോ അതോ സംസ്ഥാന ഭരണകൂടത്തിനാണോ ഈ ഉത്തരവാദിത്വം എന്നത്? ഏതായാലും ഇപ്പോൾ കരാർ കമ്പനി അവകാശപ്പെടുന്നത്, നേരത്തെ നമ്മളോട് സംസാരിച്ച ഇവിടുത്തെ ഒരു ബസിന്റെ ഡ്രൈവർ, ആ അപകടത്തിൽപ്പെട്ട ബസിന്റെ ഡ്രൈവർ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ കമ്പനി ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി ഇളക്കി മാറ്റിയിട്ടിരിക്കുന്ന മണ്ണാണ് ഈ നീല ടാർപോളിനടിയിൽ കിടക്കുന്നത്. അപ്പോൾ ഇളക്കി മാറ്റിയിട്ടിരിക്കുന്ന മണ്ണ്, അതായത് ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ജൂൺ 20-ാം തീയതി ഇവിടെ എത്തി സൈറ്റ് വിസിറ്റ് നടത്തി ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണാണ് ഈ നീല ടാർപോളിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ആ മണ്ണ് ഈ ഒരു മലയിടിച്ചിലിൽ, ഈ മണ്ണിടിച്ചിലിൽ ഇറങ്ങി വന്നിട്ടില്ല, ഒലിച്ചു പോയിട്ടില്ല, ഇടിഞ്ഞിറങ്ങിയിട്ടില്ല. ആ മണ്ണ് അവിടെ തന്നെ കിടക്കുന്നു. അപ്പോൾ പ്രധാനമായും അങ്ങനെ മണ്ണ് കൂട്ടിയിട്ടതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളൊരു വാദം ഏതായാലും കരാർ കമ്പനി തള്ളിക്കളയുകയാണ്. ഇത് ശാസ്ത്രീയമായി ഇത് തെളിയിക്കപ്പെടേണ്ട വിഷയമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ വിഷയമാണ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പ്രോജക്റ്റിന്റെ, ഈ പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോൾ അതിൽ നിരവധി ക്ലോസുകളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കർശനമായി പാലിക്കണം. കാരണം ഈ മേഖല എന്ന് പറയുന്നത് പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ്. ഇത് പലപ്പോഴായി എപ്പോഴും ഈ മണ്ണിടിച്ചിലും ലാൻഡ് സ്ലൈഡും ഒക്കെ തന്നെ ഉണ്ടാകാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ തീർച്ചയായും സ്വീകരിക്കേണ്ട വലിയ മുൻകരുതലുകൾ നേരത്തെ വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂമി മണ്ണിടിച്ചിൽ, മണ്ണ് താഴ്ന്നു പോകൽ, ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ വേണം. എന്തെങ്കിലും ഒരു ചെറിയ മുന്നറിയിപ്പുണ്ടായാൽ, അതായത് മണ്ണിടിച്ചിലിന്റെ ഒരു ചെറിയ മുന്നറിയിപ്പുണ്ടായാൽ ആവശ്യമായ മുൻകരുതൽ നടപടികൾ, സുരക്ഷാ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോഴാണ്
ഇന്നലെ ഈ ദുരന്തമുണ്ടായത് രാവിലെ 11:30 മണിക്കാണ്. ആ 11:30 മണിക്ക് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് രാവിലെ 8:30 മണിക്ക് ഇവിടെ മണ്ണ് ഇടിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ രാവിലെ 8:30 മണിക്ക് ഇവിടെ മണ്ണ് ഇടിഞ്ഞു തുടങ്ങിയപ്പോൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. അതായത് ഇന്നലെ 11:15 ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത്. ആ 11:15 മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് മുൻപ് രാവിലെ 8:30 മണിക്ക് ഇവിടെ മണ്ണിടിഞ്ഞു തുടങ്ങിയിരുന്നു എന്നിപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ 8:30 മണിക്ക് മണ്ണിടിഞ്ഞു തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചില്ല എന്നത് സംബന്ധിച്ചുള്ള വലിയ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭരണ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യം ഉയരുകയാണ്. രണ്ടാമത്തെ വിഷയമാണ് ഈ മാപ്പിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതായത് ഇവിടെ ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മിക്കുമ്പോൾ അതിന്റെ വൈബ്രേഷൻ കാര്യങ്ങളിലടക്കം എത്രത്തോളം ആഘാതം ഉണ്ടാകും എന്നത് കൃത്യമായി ഓരോ നിമിഷവും പരിശോധിക്കണം എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാർഗരേഖയിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ മാർഗരേഖയിൽ പറയുന്നത് പ്രകാരം ഓരോ നിമിഷവും ഇതിന്റെ വൈബ്രേഷൻ കൃത്യമായി അസസ് ചെയ്യണം. ആ വൈബ്രേഷൻ കൃത്യമായി ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അതത് സമയത്ത് അറിയിക്കണം. ആ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ആ വൈബ്രേഷൻ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണം. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു എന്നത് വലിയ ചോദ്യമാണ്. നമുക്കിപ്പോൾ ഇവിടെ മഞ്ഞിറങ്ങിയതുകൊണ്ട് മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് ആ മുകൾ ഭാഗം കാണിക്കാൻ കഴിയില്ല. അവിടെ മുകളിൽ ഈ വൈബ്രേഷൻ അസസ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പ്രവർത്തനക്ഷമമാണോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും അത്തരത്തിലുള്ള മുൻകരുതൽ ജാഗ്രത ഈ പ്രദേശത്ത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോഴാണ് ഇന്ന് ദേശീയ ദിനപത്രങ്ങളിലടക്കം വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അതായത് ഈ പദ്ധതിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞനും ബംഗളൂരുവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ പ്രൊഫസറുമായ CP രാജേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് കൃത്യമായ ജിയോളജിക്കൽ സ്റ്റഡിയോ ഹൈഡ്രോളജിക്കൽ സ്റ്റഡിയോ കൃത്യമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ ഭൂമിയുടെ ഘടന സംബന്ധിച്ച് ഈ ഭൂമി എങ്ങനെയൊക്കെ ഈ ഭൂമിയുടെ ഘടനയിൽ ഇങ്ങനെയൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ, അതായത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇത്തരം അപകടങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഒരു അപകട സ്ഥലത്ത് ഇതുപോലെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അതിന് വേണ്ട ഗൗരവമായ പഠനം ഇവിടെ നടന്നിട്ടില്ല എന്നതുകൂടി ഇപ്പോൾ ഈ വിദഗ്ധൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാ ശാസ്ത്രീയ പഠനങ്ങളും ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുകയാണ്. ഏതായാലും ആർക്കാണ് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം എന്ന ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്രയും ഫ്രജൈലായിട്ടുള്ള ഇത്രയും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഇത്രയും അപകടകരമായ ഒരു സ്ഥലത്ത് എപ്പോഴും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു പദ്ധതി ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് സ്വീകരിക്കേണ്ട മുൻകരുതൽ ജാഗ്രതകൾ അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ മുൻകരുതൽ ജാഗ്രത അടക്കമുള്ള കാര്യങ്ങൾ കർശനമായി പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏതായാലും 1-2 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വീഴ്ചകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും വേണ്ടത്ര ഭൗമ പഠനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്, ഹൈഡ്രോളജിക്കൽ സ്റ്റഡി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ പ്രകമ്പനം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വനമേഖലയിൽ അതിൻ്റെ ആഘാതം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് കൃത്യമായ രീതിയിലാണോ നടന്നിരുന്നത്, അതല്ല തട്ടിക്കൂട്ടിയ ഒരു പരിസ്ഥിതി ക്ലിയറൻസ് ആണോ ഈ തുരങ്കപാതയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ അന്വേഷണം സാങ്കേതികമായി തന്നെ കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. പക്ഷേ ഇപ്പോൾ കമ്പനി അധികൃതർ പൂർണ്ണമായും സർക്കാർ വാദത്തെ തള്ളുന്നുണ്ട്. അത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് ഒലിച്ചു വന്നതല്ല അപകടത്തിന് കാരണം, പകരം ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടു പിന്നാലെ 12 മീറ്റർ മാറി വനമേഖലയിൽ മണ്ണിടിഞ്ഞതാണ് അപകടമുണ്ടാക്കിയത് എന്നാണ് കമ്പനി അധികൃതർ ഇപ്പോൾ വിശദീകരിക്കുന്നത്.